ഒരു കുന്നായിരുന്നു അത്. അതിലേക്കുള്ള ഹെയർപിൻ റോഡ്സ് കൊടുത്ത് ഏകദേശം അറ്റ് എ ടൈം 12-13 JCBs അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. 160ഓളം ലേബേഴ്സ് നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഒരു റെക്കോർഡ് കിട്ടേണ്ടത് തന്നെയായിരുന്നു അല്ലേ? ഉറപ്പായിട്ടും എന്റെ ലൈഫിന്റെ ഒരു പകുതിയോളം ഞങ്ങൾ അതിനു വേണ്ടി ബെസ്റ്റ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അത് അത്ര പെട്ടെന്ന് അങ്ങനെ ആർക്കും കിട്ടുമെന്നില്ല. അതും 100 days കൊണ്ട് ഒരു പള്ളി പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 to 6 months ഷുവറായിട്ട് എടുക്കും. കാരണം ഒരു വീട് പണിതെടുക്കുക എന്നുള്ളത് അതിലും സമയമെടുക്കുന്നൊരു സമയമാണ്. എങ്ങനെ ഈ 100 days കൊണ്ട് ഈ ഒരു പള്ളി പണിത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ. ഈ 100 daysനുള്ളിൽ ചേർച്ച് പണിയാന്നുള്ളത് ഞങ്ങൾ ടീം വർക്കാണത്. എനിക്ക് മാത്രം ചെയ്തുകൊണ്ടോ എനിക്ക് നടക്കില്ല അത്. ഞങ്ങളുടെ എൻ്റെ ടീം അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ ഞാൻ ലീഡർഷിപ്പിൽ ഞാൻ നിൽക്കണു. പക്ഷേ ആ ലീഡർഷിപ്പ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപോലെ ഫോക്കസ് ചെയ്ത് ആ ഒരു ഡെഡിക്കേഷനിൽ എൻ്റെ ഫുൾ ടീം നിന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഈ പള്ളിയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ഇനീഷ്യലി പള്ളിയുടെ സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു കുന്നായിരുന്നു അത്. റോഡ് ലെവലിനെക്കാട്ടും വിട്ടിട്ട് ഏകദേശം ഒരു 145 feet ഹൈറ്റിൽ നിൽക്കുന്ന ഒരു കുന്നായിരുന്നു. ആ കുന്നിനെയാണ് ഞങ്ങൾ ഇതിൻ്റെ ലെവൽ ചെയ്ത് അതിലേക്കുള്ള ഹെയർപിൻ റോഡ്സ് കൊടുത്ത് ഏകദേശം അറ്റ് എ ടൈം ഒരു 12-13 JCBs അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര വർക്കേഴ്സ് ഉണ്ടായിരുന്നു ആക്ച്വലി? നമുക്ക് അതൊരു 3 ഷിഫ്റ്റാണ് ഒരു ദിവസം ചെയ്യേണ്ടായിരുന്നത്. ഏകദേശം നമുക്ക് ഒരു 260ഓളം ലേബേഴ്സ് നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 days എന്ന് പറയുന്നത് അത്രയും ടൈറ്റ് പാക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അപ്പം സൈറ്റ് മീറ്റിംഗ്സ് ടോട്ടൽ എൻ്റെ ടീം എൻ്റെ ഓഫീസ് മൊത്തം 100 days അവിടെ തന്നെ ആയിരുന്നു. അറ്റ് എ ടൈം നമ്മൾ വേറെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റ് എ ടൈം നമുക്ക് അന്ന് ആ സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു 15ഓളം പ്രൊജക്ട്സ് നമുക്ക് നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഈ പറഞ്ഞ 100 daysന്റെ പ്രോഗ്രാം കഴിഞ്ഞു. February 3rd കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 days കഴിഞ്ഞാൽ വേറൊരു കോൺവെന്റ് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് ബാക്ക് ടു ബാക്ക് ഞങ്ങൾക്ക് ഒരു 7ഓളം ഇനോഗ്രേഷൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ശരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഒരു റെക്കോർഡ് കിട്ടേണ്ടത് തന്നെയായിരുന്നു അല്ലേ? ഉറപ്പായിട്ടും എന്റെ ലൈഫിന്റെ ഒരു പകുതിയോളം ഞങ്ങൾ അതിനു വേണ്ടി അത്രയും ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഭയങ്കര ടഫ് തന്നെയായിരുന്നു. കാരണം അവിടെ മഴ വരുന്നു. അപ്പോൾ എന്റെ പ്ലാൻ മാറ്റി അടുത്ത പ്ലാനിലേക്ക് വരുന്നു. പ്ലാൻ മീൻസ് നമ്മുടെ വർക്ക് ഷെഡ്യൂൾസിന് പ്ലാൻ നമ്മൾ ഓൾറെഡി ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ചെയ്യണം ഓരോ സ്റ്റേജ് വൈസുള്ള ലേബേഴ്സിന് ഷെഡ്യൂൾ ചെയ്യുന്നതും എല്ലാം മഴ വരുമ്പോൾ നേരെ ഇന്ത്യയിലേക്ക് മാറ്റണം. അങ്ങനെ പല അറ്റ് എ ടൈം നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഇതൊക്കെ ഫുൾ സ്വിംഗിൽ ചെയ്യാൻ പറ്റിയത്. അത് ശരി. ഇത് ശരിക്കും ഇപ്പോഴും ഈ ഒരു റെക്കോർഡ് നിലനിൽക്കുന്നുണ്ടോ? ഇത് എത്ര നാളായിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റിൽ ഞാൻ എപ്പോഴും അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. സ്റ്റിൽ ആ റെക്കോർഡ് ഇപ്പോഴും ഞങ്ങളുടെ പേരിൽ തന്നെയാണ്. അപ്പൊ ഞാൻ അതിന്റെ അസോസിയേറ്റ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്തു. അവര് ഏറ്റവും യങ്ങസ്റ്റ് എഞ്ചിനീയർ കിട്ടിയൊരു അവാർഡും കൂടിയാണെന്ന് പറഞ്ഞത്. അടിപൊളി. ഭയങ്കര സന്തോഷം ഉണ്ടാവും അല്ലെ ആ സമയത്ത്? നമുക്കിത് ഇത് വിളിച്ച് പറഞ്ഞ സമയത്ത് എന്താ മനസ്സിൽ തോന്നിയപ്പോ ഇങ്ങനെ ഒരു ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇതിനെ പറ്റി ഫോക്കസ് ചെയ്തൊന്നുമല്ല സ്റ്റാർട്ട് ചെയ്തേ. പിന്നെ ഇതിനെപ്പറ്റി ഒരു അച്ഛൻ പറഞ്ഞു, ഇതിനെപ്പറ്റി ഡിസ്കഷൻ വന്നു. പിന്നെ അതിൻ്റെ വാല്യൂഷൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നു. അങ്ങനെ അവരൊന്ന് 2 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അപ്പോഴും ഞങ്ങൾക്ക് ഇതൊന്നും ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന്. 2 സ്റ്റേജ് വാല്യൂവേഷൻ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അടുത്ത വാല്യൂവേഷൻ വരുമ്പോൾ ഇന്ന പോയിന്റ്സ് ഞങ്ങൾ തീർത്ത് കിട്ടണം, എങ്കിൽ 4th വാല്യൂവേഷൻ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ തരുന്നു പറഞ്ഞു. പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നത് തന്നെ വരുന്നത്. ഇതിപ്പോ എത്ര വർഷമായി? ഇപ്പൊ 1.5 വർഷം. 1.5 വർഷമായിട്ട് അവ നമ്മുടെ കയ്യിൽ തന്നെയാണ് ആ റെക്കോർഡ് ഇപ്പോഴും ഇരിക്കുന്നത് അല്ലേ? 2024 February 3rd ഇനോഗ്രേഷൻ. 100ാമത്തെ ദിവസമാണ് അതിന്റെ ഇനോഗ്രേഷൻ എക്സാക്ട്ലി.